എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഇതുപോലെ നല്ല പച്ചക്കറികൾ മാർക്കറ്റിൽ പോയി വാങ്ങി ഒരാഴ്ചത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീക്ക് ഡേയ്സുകൾ വളരെ എളുപ്പമാകും. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് നമുക്ക് അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് കിട്ടും. ഓഫീസിൽ പോകുന്നവർക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. എൻ്റെ ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരി ഇട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് നിൽക്കുന്ന പച്ചക്കറികൾ അരമണിക്കൂർ നേരം ഈ ഒരു വെള്ളത്തിൽ മുക്കി വെക്കും കേട്ടോ. എന്നിട്ട് 2-3 വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. കടയിൽ പോയി വാങ്ങുന്ന സമയത്ത് മുറിഞ്ഞതും അതുപോലെ തന്നെ ചതഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പച്ചക്കറികൾ വാങ്ങാറില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കിയാണ് വാങ്ങുന്നത്. കാരണം നമ്മൾ ഒരാഴ്ചത്തേക്ക് കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ളതാണല്ലോ. ഈ ആഴ്ചയിൽ വാങ്ങുന്ന വെജിറ്റബിൾസ് ആയിരിക്കില്ല കേട്ടോ അടുത്ത ആഴ്ചത്തേക്ക് വാങ്ങുന്നത്. പക്ഷേ എല്ലാ ആഴ്ചയിലും കോമൺ ആയിട്ട് സാമ്പാർ വെക്കും. അതുകൊണ്ട് തന്നെ സാമ്പാറിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എല്ലാ ആഴ്ചയിലും വാങ്ങാറുണ്ട്. ഇപ്പം നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന പച്ചക്കറികളെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത വെള്ളത്തിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കുന്നത്. രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ സബ്ജീസ് എന്തെങ്കിലും ആയിരിക്കും തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി പ്രത്യേകം കട്ട് ചെയ്ത് വെക്കും. പിന്നെ ലഞ്ചിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടി പ്രത്യേകമായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ അരമണിക്കൂറോളം ആ വെള്ളത്തിൽ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളവയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന നാരങ്ങ വാങ്ങിയിട്ടുണ്ട്. നാരങ്ങ ഞാൻ പൊതുവേ സ്റ്റോർ ചെയ്യുന്നത് ഇതുപോലെ ന്യൂസ് പേപ്പർ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ നാരങ്ങയും ഇതിൽ പൊതിഞ്ഞ് ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ 1 മാസം കഴിഞ്ഞാലും നാരങ്ങ കേടാവില്ല. ഇപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന നാരങ്ങ മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതുപോലെ ചെറിയ പീസ് പേപ്പറിലേക്ക് നമ്മൾ നാരങ്ങ പൊതിഞ്ഞിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിലേക്കാക്കി നല്ലപോലെ അടച്ച് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ വെച്ചാൽ മതി. ഇനി നമുക്ക് മല്ലിയില സ്റ്റോർ ചെയ്ത് വെക്കാം. മല്ലിയിലയൊന്നും ഞാൻ കഴുകിയിട്ടല്ല കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. കഴുകി സ്റ്റോർ ചെയ്യുമ്പം പെട്ടെന്ന് അഴുകി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ കഴുകി എടുക്കുന്നത്. അതിനു മുമ്പ് ഇതുപോലെ അതിൻ്റെ കടഭാഗം കട്ട് ചെയ്തിട്ട് മല്ലിയിലയിലുള്ള മഞ്ഞ കളറിലുള്ള ഇലകൾ അല്ലെങ്കിൽ പഴുത്തതും അഴുകി തുടങ്ങിയതുമായിട്ടുള്ള തണ്ടും ഇലയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അഴുകിയതും കേടായതുമായിട്ടുള്ള ഇലകളോട് കൂടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് പെട്ടെന്ന് ചീത്തയായിപ്പോവും. അതുകൊണ്ട് തന്നെ അഴുകി തുടങ്ങിയ ഇലകളെല്ലാം മാറ്റിയതിന് ശേഷമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതുപോലുള്ള ബോക്സിനകത്ത് ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് മല്ലിയില വെച്ച് നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എനിക്കിത് ഏകദേശം ഒരു 2 ആഴ്ച വരെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ബോക്സിൻ്റെ അടപ്പിൽ വെള്ളത്തിൻ്റെ നനവുണ്ടാവും. അതൊരു തുണി ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ചതിന് ശേഷം വേണം വീണ്ടും അടച്ചു വെക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ അടപ്പിലുള്ള വെള്ളം മല്ലിയിലയിലേക്ക് വീണിട്ട് പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട്. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുമ്പം നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ കിച്ചൺ ടവൽ വെച്ചോ തുടച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ വീണ്ടും ഈ അടപ്പ് അടച്ച് വെക്കാറുള്ളത്. അതുപോലെ തന്നെ മല്ലിയില എടുത്തതിന് ശേഷമാണ് കഴുകി ഉപയോഗിക്കുന്നത്. നമുക്ക് സാലഡിലേക്കും സാൻഡ്വിച്ചിലേക്കും ഒക്കെ ഉപയോഗിക്കുന്ന ലെറ്റൂസിൻ്റെ ലീഫ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. കടഭാഗം കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴുകി എടുത്തതല്ല സ്റ്റോർ ചെയ്യുന്നത്. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴാണ് കേട്ടോ ഞാൻ കഴുകി ഉപയോഗിക്കുന്നത്. ഇനി നല്ലപോലെ ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്തതിന് ശേഷം സിപ്ലോക്ക് ബാഗിലാക്കി അടച്ച് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലൊരു ബോക്സ് ഉണ്ടാവുമല്ലോ, അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോറേജ് ഒക്കെ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്ത് സിപ്ലോക്ക് ബാഗിലാക്കി എയറൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ ക്ലോസ് ചെയ്ത് വെക്കും കേട്ടോ. ഇങ്ങനെ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആദ്യത്തെ ഗുണം ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് എൻ്റെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഡയറ്റിന് ആവശ്യമുള്ളതെല്ലാം ഫുഡിലേക്ക് കൊണ്ടുവരാനും കഴിയും. എല്ലാ ആഴ്ചയിലും ഒരു 3 ടൈപ്പ് ഇലക്കറികൾ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ഇല പാലക്കിൻ്റെയാണ്. അത് സ്റ്റോർ ചെയ്യുന്നതും കട്ട് ചെയ്തതിന് ശേഷം അഴുകിയതും ചീത്തയായിട്ടുള്ളതും എല്ലാം മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്തിട്ട് സിപ്ലോക്ക് ബാഗിലാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് പാലക് റൈസും ഉണ്ടാക്കാറുണ്ട്, പിന്നെ പാലക് പനീറും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്തിട്ട് സിപ്ലോക്ക് ബാഗിലാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതിൻ്റെയൊക്കെ തണ്ട് വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കഴുകാതെ സ്റ്റോർ ചെയ്യുന്നത്. എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലതുപോലെ കഴുകിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കഴുകി സ്റ്റോർ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അഴുകി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കഴുകാണ്ട് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമ്മൾ കഴുകാനായിട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നല്ലോ, അതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴുകി ഒരു അരിപ്പയിൽ അതിൻ്റെ വെള്ളമൊക്കെ തോരാനായിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതെടുത്ത് ഈ ഒരാഴ്ചത്തേക്ക് എന്തൊക്കെയാണോ നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാം.
ആദ്യം ഞാൻ സാമ്പാറിനാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും സാമ്പാർ ഉണ്ടാകും. ഒരു 2 പ്രാവശ്യമെങ്കിലും സാമ്പാർ വെക്കും കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം സാമ്പാർ വെക്കാൻ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ടിഷ്യൂ പേപ്പറിൽ ഒന്ന് തുടച്ചതിന് ശേഷമാണ് കേട്ടോ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറിൽ അധികമായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചതിന് ശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ സാമ്പാറിലേക്ക് എന്തെല്ലാം വെജിറ്റബിൾസ് ആണോ ഉപയോഗിക്കുന്നത് അതെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. സാധാരണ നമ്മൾ എങ്ങനെയാണോ സാമ്പാർ വെക്കുന്നത് ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 ദിവസത്തേക്ക് സാമ്പാർ വെക്കാനുള്ള കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ സവാളയും സ്റ്റോർ ചെയ്യാറില്ല കേട്ടോ. അത് വെക്കുന്ന സമയത്ത് മാത്രമാണ് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നത്. ബാക്കി പച്ചക്കറികളെല്ലാം ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള സിപ്ലോ ബാഗിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സിപ്ലോ ബാഗിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഉള്ളിൽ എന്താ ഇരിക്കുന്നത് നമുക്ക് തുറന്ന് നോക്കാതെ തന്നെ കാണാൻ പറ്റും കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ സിപ്ലോ ബാഗിലാകുമ്പം സ്ഥലം കുറച്ച് മതി. ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾ വെക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അതിനുള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ ബോക്സിൽ വെക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അടപ്പിലുള്ള വെള്ളം തുടച്ചിട്ടൊക്കെ വേണം വെക്കാനായിട്ട്. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമില്ല. ഒരാഴ്ചത്തേക്ക് കട്ട് ചെയ്തെടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആ ഒരു വെജിറ്റബിൾ സ്റ്റോർ ചെയ്യുന്ന ബോക്സിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൻ്റെ ബാക്കി സ്ഥലത്തൊക്കെ നമുക്ക് വേറെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കാം. അടുത്തത് നമുക്ക് ക്യാബേജ് തോരൻ വെക്കാനാണ് കേട്ടോ അരിഞ്ഞ് വെക്കേണ്ടത്. സാധാരണ പോലെ തന്നെ ചെറിയ ചെറിയ പീസുകളായിട്ട് അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞൊക്കെ എടുക്കത്തില്ലേ അതുപോലെ അരിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിലിട്ടിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സിപ്ലോ ബാഗിലാക്കി എയറൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ അടച്ച് വെക്കാം. ക്യാബേജിനോടൊപ്പം ഞാൻ സവാള അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തോരൻ വെക്കുന്ന സമയത്ത് മാത്രമാണ് സവാള കൊത്തി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് വീക്കിൽ ചിരകിയെടുത്ത തേങ്ങ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് കണ്ട് ചെയ്ത് നോക്കിയിട്ട് നല്ല റെസ്പോണ്ട് തന്നൊരു വീഡിയോ ആണ്. ഒരു 6 മാസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യുന്ന രീതിയാണ് ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. കാണാത്തവർ കണ്ടു നോക്കാൻ മറക്കരുത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാറിനും ക്യാബേജ് തോരനും വേണ്ടുന്നത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അവിയലിന് വേണ്ടുന്ന സംഭവങ്ങളും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ പച്ചക്കറികളൊക്കെ അരിയാനെടുക്കുന്നതിന് മുമ്പ് കിച്ചൺ ടവലിൽ നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ മിസ്സായതാണ്, നേരത്തെ പറഞ്ഞല്ലോ. വീണ്ടും ഒന്നുകൂടെ പറയുന്നത് വീഡിയോയിൽ കാണിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെക്കുന്ന സമയത്ത് നല്ലപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ചതിന് ശേഷം വേണം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാൻ. ഒരാഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ അവിയലിനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സിപ്ലോ ബാഗിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ്. എയർ ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ അടച്ചു വെക്കാനായിട്ട്. ഈ വീഡിയോ കാണുമ്പം പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്, അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു കമൻറ്റാണ്, ഇങ്ങനെ പച്ചക്കറികൾ ഒരാഴ്ചത്തേക്ക് കട്ട് ചെയ്ത് വെക്കാൻ പാടില്ല, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമെന്ന്. പുറം രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ പച്ചക്കറികൾ നമ്മൾ പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് പോലും കിട്ടും കേട്ടോ. പച്ചക്കറികൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കുക്ക് ചെയ്തത് ഒരാഴ്ച വരെയൊക്കെ നമ്മൾ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഇനി കോളിഫ്ലവർ ആണ് കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് സിപ്ലോ ബാഗിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഞാനിത് രാത്രിയിലേക്ക് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ കറി തയ്യാറാക്കാനും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വൈകിട്ട് ഗോബി ഫ്രൈ ഒക്കെ ഒന്ന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നത്. അടുത്തത് നമുക്ക് മത്തങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാം. എരിശ്ശേരി വെക്കാനായിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചെറിയ ചെറിയ ക്യൂബുകളാക്കി കട്ട് ചെയ്തിട്ട് ബോക്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കുറച്ച് വൻപയറിനോടൊപ്പം മത്തങ്ങ എരിശ്ശേരിയൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അന്നത്തെ ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിനൊപ്പം വൻപയറും കൂടെ എടുക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റുമായി അതുപോലെ തന്നെ ലഞ്ചിന് വേണ്ടി മത്തങ്ങ എരിശ്ശേരിയും തയ്യാറാക്കാം. അതിനുവേണ്ടി ചെറിയ ചെറിയ ക്യൂബായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി ഉണ്ടായിരുന്ന മത്തങ്ങ ഞാൻ കുറച്ച് അവിയലിനും പിന്നെ കുറച്ച് സാമ്പാറിനുമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബോക്സിൽ സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് ചീത്തയാവുന്ന പച്ചക്കറികൾ ആദ്യം എടുക്കണം കേട്ടോ. മത്തങ്ങയൊക്കെ നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിപ്പം വീക്കെൻഡിലോട്ടൊക്കെ എടുത്താലും കുഴപ്പമില്ല. ഇനി ഞാൻ കുറച്ച് ചുമന്ന ചീര കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ലതുപോലെ കഴുകിയെടുത്ത് വെള്ളമെല്ലാം പോയതിന് ശേഷം മാത്രമാണ് കേട്ടോ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് സിപ്ലോ ബാഗിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചീര കഴുകിയെടുത്തതിന് ശേഷം ഫാനിൻ്റെ കീഴിൽ ഒരു അരമണിക്കൂർ വെക്കാം, അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോ കിച്ചൺ ടവലിലോ ഇട്ട് നിരത്തി വെച്ചാലും പെട്ടെന്ന് ആ വെള്ളമൊക്കെ വലിഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സിപ്ലോ ബാഗിലാക്കി അടച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം ഏകദേശം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 ദിവസത്തേക്ക് മുട്ടയും പിന്നെ ഒരു നോൺ വെജും കൂടെ ആവുകയാണെങ്കിൽ ഈ ആഴ്ച നമുക്ക് കംപ്ലീറ്റ് ആക്കാം.
ഫ്രൈഡ് റൈസിനും ജ്യൂസ് തയ്യാറാക്കാനും പിന്നെ രാത്രിയിൽ ഡിന്നറിന് നമുക്ക് വെജിറ്റബിൾ കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും അതേപോലെ തന്നെ ഞാൻ സിപ്ലോ ബാഗിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യാനുസരണം എന്താണോ വേണ്ടത്, ജ്യൂസ് എങ്കിൽ ജ്യൂസ്, അല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾ കറി തയ്യാറാക്കുമ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അതിനായിട്ട് വേണ്ടി അതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ക്ലീനിങ്ങും കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റോറേജ് എങ്ങനെയാണെന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന ആ ഒരു വലിയ ബോക്സ് ഉണ്ടല്ലോ, അതിനുള്ളിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇതുപോലെ ബോക്സിനുള്ളിലാണ് സ്റ്റോർ ചെയ്യുന്നത്. സൈഡിലായിട്ട് നമ്മുടെ ഇലകളാണ് കേട്ടോ സ്റ്റോർ ചെയ്യുന്നത്. ലെറ്റൂസും പാലക്കും എല്ലാം ആ ഒരു സൈഡിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബാക്കി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതെല്ലാം ഉള്ളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഏതാണോ ആദ്യം എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സിപ്ലോക്ക് ബാഗിലായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും എന്താണെന്ന് തുറന്ന് നോക്കാതെ തന്നെ മനസ്സിലാവും. എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ. മാത്രമല്ല നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും കഴിയും. ഏത് ടൈപ്പ് പച്ചക്കറികളും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ നമ്മൾ പോയാൽ കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. നമുക്ക് തന്നെ അവധി ദിവസങ്ങളിലോ ഞായറാഴ്ചയോ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ജോലി എളുപ്പമാകും. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ അടുക്കളപ്പണി കഴിയും കേട്ടോ. കൂടിപ്പോയാൽ ഒരു 1/4 മണിക്കൂർ കൊണ്ട് എല്ലാ പണിയും നമ്മുടെ അടുക്കള ക്ലീനിങ് ഉൾപ്പെടെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് വരാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ഇതിനോടൊപ്പം തന്നെ മഷ്റൂമും പനീറും ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന എല്ലാം നമ്മൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് വാങ്ങി കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ പണി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.